രാജ്യ തലസ്ഥാനത്തെ ആവേശം നിറഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് പൂർത്തിയായതിനു പിന്നാലെ എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം ഓരോന്നോരോന്നായി പുറത്തു വരികയാണ്. മിക്ക എക്സിറ്റ് പോളുകളും BJPക്കാണ് മുൻതൂക്കം പ്രവചിച്ചിരിക്കുന്നത്. ചാണക്യയുടെ എക്സിറ്റ് പോളിൽ BJPക്ക് 39 മുതൽ 44 വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു. നമുക്കറിയാം, ആകെ 70 സീറ്റുകളാണ് രാജ്യ തലസ്ഥാനമായ ദില്ലിയിൽ ഉള്ളത്. ആം ആദ്മി പാർട്ടിക്ക് ചാണക്യ പറയുന്നത് 25 മുതൽ 28 സീറ്റുകൾ വരെയും കോൺഗ്രസിന് 2 മുതൽ 3 സീറ്റ് വരെയും ലഭിക്കുമെന്നും ചാണക്യ പ്രവചിക്കുന്നു. അതുപോലെ തന്നെ മാട്രിസയുടെ പ്രവചനത്തിലും BJPക്ക് തന്നെയാണ് മുൻതൂക്കം. BJP 35 മുതൽ 40 സീറ്റ് ലഭിക്കുമെന്നാണ് മാട്രിസയുടെ പ്രവചനം. ആം ആദ്മി പാർട്ടി 32 മുതൽ 37 സീറ്റുകൾ വരെ നേടുമെന്നും കോൺഗ്രസിന് 1 സീറ്റ് ലഭിക്കുമെന്നും പറയുന്നു. അതുപോലെ PMark സർവേ അത് പ്രകാരം BJPക്ക് 40 സീറ്റുകളും ആം ആദ്മി പാർട്ടിക്ക് 30 സീറ്റുകളും പ്രവചിക്കുന്നു. അങ്ങനെ ഒട്ടുമിക്ക പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം BJPക്ക് 40 സീറ്റിന്റെ ആവറേജ് ലഭിക്കുമെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും നമുക്കറിയാം, ഇന്ത്യ മുന്നണി എന്നൊരു സംവിധാനം ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുന്നു വളരെ നഗ്നമായി രാജ്യ തലസ്ഥാനത്ത്. ആം ആദ്മി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും വോട്ടുകൾ യഥാവിധി സമാഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ BJPക്ക് ഈ മുൻതൂക്കം ലഭിക്കില്ലായിരുന്നു. ആം ആദ്മി പാർട്ടി വലിയ ആത്മവിശ്വാസം കൈവച്ചുകൊണ്ട് കോൺഗ്രസിനെ ദൂരേക്ക് തള്ളിയെറിഞ്ഞുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചത്. നമുക്കറിയാം, പഞ്ചാബിലും ഇതേ തരത്തിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ ആം ആദ്മിയും കോൺഗ്രസും 2ആയി മത്സരിച്ചു. അവിടെ പല വോട്ടുകളും ഭിന്നിപ്പിച്ചു. എന്നാൽ ദില്ലിയിലാകട്ടെ അരവിന്ദ് കെജ്രിവാളിന് അത്ര ധൈര്യം വരാത്തത് കൊണ്ട് BJPക്കെതിരെ കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഒന്നിച്ചു നിന്ന് മത്സരിച്ചു. അത് ഗുണം കണ്ടില്ല എന്നുള്ളത് മറ്റൊരു വശം. എങ്കിലും ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തങ്ങൾ വിജയിക്കുമെന്ന വലിയൊരു ആത്മവിശ്വാസം അരവിന്ദ് കെജ്രിവാളിനെ ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തെ തള്ളിപ്പറയാനുള്ള ഒരവസരമാക്കി അദ്ദേഹം മാറ്റി. കോൺഗ്രസിനെ പടിക്ക് പുറത്തു നിർത്തി ആം ആദ്മി പാർട്ടി വിജയത്തിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷ വെച്ചു പുലർത്തി. പക്ഷേ രാജ്യം ഭരിക്കുന്ന BJP രാജ്യ തലസ്ഥാനം കൂടി ഭരിക്കുന്ന ഒരവസ്ഥയിലേക്ക് 3 പതിറ്റാണ്ടിനു ശേഷം അവർ എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന ഓരോ എക്സിറ്റ് പോൾ ഫലങ്ങളും ഏകദേശം ഒരു 40 സീറ്റിന്റെ ശരാശരിയാണ് BJPക്ക് പറയുന്നത്. ആകെയുള്ളത് 70 സീറ്റുകളാണ്. അതിൽ 40 സീറ്റുകൾ 36 സീറ്റുകൾ കിട്ടിയാൽ തന്നെ സംസ്ഥാനം ഭരിക്കാം. 40ഓളം സീറ്റുകൾ പറയുന്നു. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ ചാണക്യയൊക്കെ പറയുന്നത് പോലെ 4 സീറ്റുകൾ വരെ കോൺഗ്രസ് വന്നാൽ ഒരു പക്ഷേ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ചേർന്നാൽ BJPയെ പ്രതിപക്ഷത്ത് നിർത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്കയും ഇപ്പോൾ BJPക്കുണ്ട്. അതൊരു പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. പക്ഷേ മുൻപ് തന്നെ ചിന്തിച്ചിരുന്നുവെങ്കിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു പക്ഷേ BJPയെക്കാളും എക്സിറ്റ് പോൾ ഫലങ്ങളിൽ തന്നെ മുൻതൂക്കം നേടാമായിരുന്നു എന്നുള്ളതാണ് സത്യം. ഏതായാലും രൂപം കൊണ്ട ഇന്ത്യ മുന്നണി BJPക്കെതിരെ പോരാടി ലോകസഭയിൽ നല്ല വിജയം കൈവരിച്ചുവെങ്കിലും അതിനുശേഷം നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും കാര്യമായ ശ്രദ്ധ ചെലുത്താൻ കഴിയാതെ അവർ ഭിന്നിച്ചു നിന്നതോടുകൂടി ഒരു സംസ്ഥാനം കൂടി ഇന്ത്യ മുന്നണിക്ക് നഷ്ടപ്പെടുകയാണ്.